നമസ്കാരം. ബെസ്റ്റ് മീഡിയ ടെക് ഹിന്ദി സ്കൂൾ ഓഫ് ലേണിംഗ് ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അകാൽ और उसके बाद പാഠഭാഗത്തു നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൊടുക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അകാൽ और उसके बाद किसकी कविता है? उत्तर नागार्जुन की. यह किस विधा की रचना है? ഇത് ഏത് സെക്ഷനിൽപ്പെട്ടതാണ്? ഉത്തർ കവിത. അടുത്ത ക്വസ്റ്റ്യൻ. कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास. चूल्हे का रोना और चक्की का उदास होना, इसका मतलब क्या है? ഏറെ നാളുകളായി അടുപ്പ് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ചക്കി രഹി ഉദാസ്. ചക്കി എന്ന് പറഞ്ഞാൽ തിരിക്കല്ല്. തിരിക്കല്ലും ഉദാസീനയാണ്, ദുഃഖിതയാണ്. കൈ ദിനോത്ത കാനി കുത്തിയ സോയി ഉൻകെ പാസ്. ഏറെ ദിവസങ്ങളായിട്ട് ഒറ്റക്കണ്ണുള്ള പെൺപട്ടി അതിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നു. ചുൽഹേക്ക റോന ഓർ ചക്കിക്ക ഉദാസ് ഹോന, ഇസ്കാ മത്ലബ് ക്യാ ഹെ? ഇവിടെ അടുപ്പ് കരയുക, തിരിക്കല്ല് ഉദാസീനയാവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? उत्तर. चूल्हा अधिकांश समय जलता रहता है, उसका रोने का मतलब है उसमें खाना नहीं पकाता है. അടുപ്പ് ഏറെ സമയവും കത്തുകയാണ് ചെയ്യുന്നത്. ഏറെ നാൾ കരഞ്ഞു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ആഹാരം പാകം ചെയ്യുന്നില്ല എന്നതാണ്. चक्की में दाना पीसती है, अकाल के कारण घर में दाना तो नहीं है, अतः वह दुखी है, अर्थात बेकार पड़ी हुई है. തിരിക്കല്ലിൽ ധാന്യങ്ങൾ പൊടിക്കുന്നു. വീട്ടിൽ ധാന്യമില്ലാത്തതിനാൽ അതിനും പണിയൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൈ ദിനോം തക് ലഗി ബീത്ത് പർ ചിപ്കലിയോം കി ഗശ്ത്. ഏറെ നാളുകൾ പല്ലികൾ ഭിത്തിയിൽ ഉലാത്തി. കൈ ദിനോം തക് ചോഹോം കി ബി ഹാലത്ത് രഹി ശിക്കസ്ത്. ഏറെ നാളുകൾ എലികൾക്കും മോശം അവസ്ഥയായിരുന്നു. ഏ പങ്ക്തിയാം കിസ് ഹാലത്ത് കി ഓർ ഇഷാര കർത്തി ഹെ. ഈ വരികൾ ഏത് അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഉത്തർ. ഘർ കി ബുരി ഹാലത്ത് ഹെ. വീട്ടിലെ മോശമായ അവസ്ഥയാണ്. ഖാനെ കെ ലിയെ കുച്ച് ഭി നഹി. ഭക്ഷണത്തിനായിട്ട് ഒന്നും തന്നെയില്ല, ഭക്ഷണം തീരെയില്ല. യദി ഘർ മേ ഖാന ഹോത്താ തോ ചിപ്കലിയും ഓർ ചൂഹോം കോ കുച്ച് ഖാനെ കോ മിൽത്ത. വീട്ടിൽ ഭക്ഷണം ഉണ്ടായിരുന്നുവെങ്കിൽ പല്ലികൾക്കും എലികൾക്കും എന്തെങ്കിലും കഴിക്കുവാൻ കിട്ടിയാനെ. ये दोनों भूख के कारण बहुत परेशान है. വിശപ്പ് കാരണം ഇവ വളരെ ബുദ്ധിമുട്ടിലാണ്. ये पंक्तियाँ अकाल की तीक्ष्णता की ओर इशारा करती है. ഈ വരികൾ ക്ഷാമത്തിൻ്റെ തീക്ഷ്ണതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. दाने आए घर के अंदर कई दिनों के बाद, धुआं उड़ा आंगन से ऊपर कई दिनों के बाद. इन पंक्तियों से कवि क्या कहना चाहते हैं? വളരെ നാളുകൾക്ക് ശേഷം വീട്ടിൽ ധാന്യമെത്തി. ഏറെ നാളുകൾക്ക് ശേഷം മുറ്റത്ത് പുക ഉയർന്നു. ഈ വരികളിലൂടെ കവി എന്തു പറയുവാനാണ് ആഗ്രഹിക്കുന്നത്? ഉത്തർ. കവി അകാൽ കെ ബാദ് കി അവസ്ഥ ക വർണ്ണൻ കർത്തേ ഹെ. ഈ വരികളിലൂടെ ക്ഷാമം കഴിഞ്ഞുള്ള അവസ്ഥയാണ് കവി വർണ്ണിക്കുന്നത്. ഘർ മേ ദാനെ ആയെ. വീട്ടിൽ ധാന്യം എത്തി. ഖാന പക്കാനെ കെ ലിയെ ചുൽഹ ജലാ ദിയ ഓർ ഛത്ത് സെ ധുആം ഊപ്പർ ഉടാ. ആഹാരം പാകം ചെയ്യുവാനായി അടുപ്പ് കത്തിച്ചു, അങ്ങനെ പുക ഉയർന്നു. കവിനെ അകാൽ കാ ചിത്രം കിസ് പ്രകാർ കിയാ ഹെ. കവി ക്ഷാമകാലത്തെ എപ്രകാരമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ചർച്ച ചെയ്യാം. ചുൽഹെ കാ റോന, ചക്കി കാ ഉദാസ് ഹോന, കാനി കുത്തിയ കാ സോത്ത രഹന, ചിപ്കലിയോം കി ഗശ്ത്, ചൂഹോം കി ബുരി ഹാലത്ത്. ചൂൽഹേക്ക റോന അടുപ്പ് കരയുക. ചക്കിക്ക ഉദാസ് ഹോന ആട്ടുകല്ല് ദുഃഖിതയാകുക. കാനി കുത്തിയാക്ക സോത്ത രഹന ഒറ്റക്കണ്ണുള്ള പെൺപട്ടി കിടന്നുറങ്ങുക. ചിപ്കലിയോം കി ഗശ്ത് പല്ലികളുടെ അവസ്ഥ. ചൂഹോം കി ബുരി ഹാലത്ത് എലികളുടെ മോശം അവസ്ഥ. ഇത് ഇങ്ങനെയാണ് കവി ക്ഷാമകാലത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അകാൽ മേ ഘർ കി ഹാലത്ത് ബുരി തി. ക്ഷാമമായതിനാൽ വീട്ടിലെ അവസ്ഥ വളരെ മോശമായിരുന്നു. കൈ ദിനോം സെ ഘർ മേ ചുൽഹ നഹി ജല. ദിവസങ്ങളായി വീട്ടിൽ അടുപ്പ് കത്തുന്നില്ല. ഘർ മേ ദാന ന ഹോനെ കെ കാരണം ചക്കി കെ ലിയെ കോയി കാം നഹി താ, വഹ് ഉദാസ് തി. വീട്ടിൽ ധാന്യമില്ലാത്തതിനാൽ ആട്ടുകല്ലിനും പണിയൊന്നുമില്ല, അതുകൊണ്ട് അതും ദുഃഖിതയാണ്. ഭൂഖ് കെ കാരണം ചിപ്കലിയും ദീവാർ പർ ഗശ്ത് കർനെ ലഗി.
വിശപ്പ് സഹിക്കാനാകാതെ പല്ലികൾ ഭിത്തിയിൽ അലയാൻ തുടങ്ങി. ചൂഹേ ബി ബുരി ഹാലത് മേ ദേ, എലികളുടെ അവസ്ഥയും മോശമാണ്. कवि ने चूल्हा, चक्की, कुतिया, छिपकलियां, चूहे आदि बिंबों के द्वारा अकाल और भूख की भीषण स्थिति का वर्णन किया है. കവി ഇവിടെ അടുപ്പ്, തിരിക്കല്ല്, നായ, പല്ലികൾ, എലികൾ തുടങ്ങിയ ബിംബങ്ങളെ മുൻനിർത്തി ക്ഷാമത്തിൻ്റെയും വിശപ്പിൻ്റെയും തീക്ഷ്ണമായ അവസ്ഥയാണ് വർണ്ണിച്ചിരിക്കുന്നത്. कवि ने अकाल के बाद की हालत का चित्रण किस प्रकार किया है? ചർച്ച കരേ. കവി ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥയെ എപ്രകാരമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ചർച്ച ചെയ്യാം. घर के अंदर दाने आना, आंगन से धुआं उड़ना, घर भर की आंखें चमकना, कौवे का पंख कुचलाना. घर के अंदर दाने ആന, വീട്ടിനുള്ളിൽ ധാന്യം വരുക. ആംഗൻ സെ ധുആം ഉഡന, മുറ്റത്തു നിന്ന് പുക ഉയരുക. ഘർ ഭർ കി ആങ്കേൻ ചമക്കന, വീട്ടിലെ കണ്ണുകളൊക്കെ തിളങ്ങുക. കൗവെ കാ പങ്ക് കുചലാന, കാക്കകൾ ചിറക് ചൊറിയുക. ഇപ്രകാരമാണ് കവി ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥയെ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അകാൽ കെ ബാദ് ഘർ കെ അന്തർ ദാനെ ആയെ, ക്ഷാമത്തിന് ശേഷം വീട്ടിൽ ധാന്യം വന്നു. കൈ ദിനോ കെ ബാദ് ആംഗൻ മേ ധുആം ഊപ്പർ ഉഡ, ഏറെ നാളുകൾക്ക് ശേഷം വീടിൻ്റെ മുറ്റത്ത് പുക ഉയർന്നു. മത്ലബ് ഹേ കി ഘർ മേ ഖാന പക്കാനെ ലഗെ, ഇവിടെ അർത്ഥമാക്കുന്നത് വീട്ടിൽ ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി. കൈ ദിനോ കെ ബാദ് ഘർ ഭർ കി ആങ്കെ ചമക് ഉടി, അർത്ഥാത് സബ് ഖുഷ് ഹുയി, ഏറെ നാളുകൾക്ക് ശേഷം വീട്ടിലെ എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. അർത്ഥമാക്കുന്നത് എല്ലാവരും സന്തുഷ്ടരായി. കൈ ദിനോ കെ ബാദ് കൗവേ നെ ഭി അപ്നെ പങ്ക് കുചലായെ, ഏറെ നാളുകൾക്ക് ശേഷം കാക്കകൾ അവയുടെ ചിറകുകൾ ചൊറിയുവാൻ തുടങ്ങി. ഖാനേക്ക് കുച്ച് മിൽനെ കെ കാരൺ വേ ഭി സന്തുഷ്ട തേ, ഭക്ഷണം കിട്ടിയതിനാൽ അവയും സന്തുഷ്ടരാണ്. അബ് അകാൽ നഹി, സ്ഥിതി ബദൽ ഗയി, ഇപ്പോൾ ക്ഷാമമില്ല, സ്ഥിതി മാറി. ഘർ മേ ധാന്യ ഹെ, വീട്ടിൽ ധാന്യമുണ്ട്. മനുഷ്യ കി ഹതാശ ദൂർ ഹുയി, മനുഷ്യൻ്റെ വിവശത മാറി. വഹ് ഖാന കാക്കർ ഖുഷ് രഹതാ ഹെ, അവർ ഭക്ഷണം കഴിച്ച് സന്തുഷ്ടരായി. ഉസ്കെ സാത്ത് പ്രകൃതി കെ അന്യ പ്രാണി ഭി ഖുഷ് ഹെ, അവരോടൊപ്പം പ്രകൃതിയിലെ മറ്റു ജീവികളും സന്തുഷ്ടരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, कविता में कई दिनों तक और कई दिनों के बाद दोहराने का तात्पर्य क्या हो सकता है? ഈ കവിതയിൽ ഏറെ നാളുകൾ വരെ അല്ലെങ്കിൽ ഏറെ നാളുകൾക്ക് ശേഷം ഇവ ആവർത്തിച്ചിരിക്കുന്നതിന് കാരണം എന്തായിരിക്കും? ഉത്തർ, കൈ ദിനോം തക്ക് അകാൽദ, ഏറെ നാളുകൾ ക്ഷാമമായിരുന്നു. പ്രത്യേക ചീസ് ഓർ പ്രാണിമേം ഉസ്കാ പ്രഭാവ് കൈ ദിനോം തക്ക് ബനാ രഹ, ഓരോ വസ്തുവിലും പ്രാണിയിലും അതിൻ്റെ പ്രഭാവം ഏറെ നാൾ നിലനിന്നു. കൈ ദിനോ കെ ബാദ് ഖുഷ്ഹാലി ആയി, ഏറെ ദിവസങ്ങൾക്ക് ശേഷം സമൃദ്ധിയുണ്ടായി. ഉസ്കാ ഭി വൈഭവ് ഹരേക് മേ പ്രകട് ഹുവ, സമൃദ്ധിയുടെ വൈഭവവും ഓരോന്നിലും പ്രകടമായി. ദോനോ പരിസ്ഥിതിയോ മേ പ്രത്യേക കി ഹാലത് കാ ചിത്रण करने के लिए कवि ये शब्द दोहराते हैं. ഈ രണ്ട് പരിസ്ഥിതിയിലെയും ഓരോന്നിൻ്റെയും അവസ്ഥ ചിത്രീകരിക്കുന്നതിനാണ് കവി ഈ പദങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത്. ഈ പാഠഭാഗത്തു നിന്നും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. സൂചന കൊടുത്തിട്ടുണ്ട്. അകാൽ और उसके बाद कविता की पंक्तियां पढ़ें और प्रश्नों के उत्तर लिखें. അപ്പോൾ സൂചന അകാൽ और उसके बाद കവിതയുടെ വരികൾ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൻ്റെ ഉത്തരം എഴുതാനാണ്. അപ്പോൾ വരികൾ ആദ്യം നോക്കാം. കൈ ദിനോം തക് ചൂൽഹാ റോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോം തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, കൈ ദിനോം തക് ലഗി പീത്ത് പർ ചിപ്കലിയോं की गश्त, കൈ ദിനോം തക് ചൂഹോം കി ബി ഹാലത് രഹി ശിക്കസ്ത്. ഇത് ആദ്യത്തെ 4 വരികളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വരികൾ കൊടുത്തിട്ട് ഇതിൻ്റെ താഴെയായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, യഹം കിസ് ഹാലത് കാ ചിത്रण ഹേ, ഇത് ഏത് അവസ്ഥയെ കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം ഇത് അകാലിനെ കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം എഴുതേണ്ടത് അകാൽ കാ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചൂൽഹ और ചക്കി ക്യൂം ദുഃഖി രഹത്തെ ഹേ,
അടുപ്പും ആട്ടുകല്ലും എന്തുകൊണ്ടാണ് ദുഃഖിതയായിരിക്കുന്നത്? उत्तर, घर में दाने ना होने के कारण चूल्हा और चक्की बेकार पड़े हैं. വീട്ടിൽ ധാന്യമില്ലാത്തത് കൊണ്ട് അടുപ്പും ആട്ടുകല്ലും ജോലിയില്ലാതിരിക്കുകയാണ്. ബേക്കാർ രഹനെ സെ വേ ദുഃഖി ഹെ, പണിയൊന്നുമില്ലാത്തത് കൊണ്ടാണ് അവർ ദുഃഖിതയായി ഇരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, चूहों की भी हालत रही शिकस्त. इस पंक्तियों से आप क्या समझते हैं? എലികളുടെ അവസ്ഥയും മോശമാണ്. ഈ വരികളിൽ നിന്നും നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഉത്തർ, അകാൽ കെ കാരൺ ഘർ മേ ഖാന നഹീ ഹെ. ക്ഷാമമായത് കാരണം വീട്ടിൽ ഭക്ഷണം ഒന്നും ഇല്ല. ഖാനെ കെ ലിയെ ഇധർ ഉധർ ഭട്കത്തെ രഹെ. അവർ ഭക്ഷണത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഖാന ന മിൽനെ സെ വ പരേശാൻ ഹെ. ഭക്ഷണമൊന്നും കിട്ടാത്തത് കൊണ്ട് അവ ബുദ്ധിമുട്ടിലാണ്, അതായത് കഷ്ടപ്പാടിലാണ്. ഉസ്കി ഹാലത് ബി ബുരി തി. അവയുടെ അവസ്ഥയും മോശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമാനാർത്ഥ ശബ്ദ കവിതാംശ സെ പഹചാൻ കർ ലിഖിए. സമാനാർത്ഥം കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. ദീവാർ, ദീവാറിൻ്റെ സമാനാർത്ഥം ബീത്ത്. ദീവാർ എന്ന് പറഞ്ഞാൽ ചുമര്, ചുവരെന്നാണ് അർത്ഥം. ബീത്ത് എന്ന് പറഞ്ഞാൽ ചുവര്. അപ്പം സമാനാർത്ഥം വരുന്നത് ബീത്താണ്. ചക്കി രഹി ഉദാസ് ഓർ ചുൽഹ രോയാ സെ കവി കാ ക്യാ താത്പര്യ ഹെ? ചക്കി രഹി ഉദാസ് ഓർ ചുൽഹ രോയ. അരക്കല്ല് ഉദാസീനമായിരുന്നു, അടുപ്പ് കരഞ്ഞു. സെ കവി കാ ക്യാ താത്പര്യ ഹെ എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തർ, ഘർ മേം ഖാദ്യ വസ്തുവും കാ നിതാന്ത് അഭാവ് ഹെ. വീട്ടിൽ ഭക്ഷണവസ്തുക്കളുടെ നിരന്തരമായിട്ടുള്ള ഇല്ലായ്മയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കയി ദിനും ഇൻ ദോനോം കാ കോയി ഇസ്തമാൽ നഹി ഹുവാ ഹെ. ഏറെ ദിവസങ്ങളായിട്ട് ഇവ രണ്ടിനും ഉപയോഗമില്ലാതെ ഇരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, छिपकली कानी कुतिया और चूहों की हालत ഖരാബ് ക്യൂം തി. പല്ലി, നായ, എലി എന്നിവയുടെ സ്ഥിതി മോശമായത് എന്തുകൊണ്ട്? ഉത്തർ, ഘർ മേ കയി ദിനോം സെ ഖാനെ കി ചീസെ നഹി ഹെ. വീട്ടിൽ ഏറെ നാളുകളായിട്ട് ഭക്ഷണ വസ്തുക്കളൊന്നും തന്നെ ഇല്ല. ജഹാം ഖാന നഹി ഹോഗ വഹാം ദീപ് ജലാനെ കെ ലിയെ തേൽ കി ബി സംഭാവന നഹി. ഭക്ഷണ വസ്തുക്കൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വീട്ടിൽ എണ്ണയുടെ സാധ്യതയും കുറവാണ്. തോ വഹാം ചോട്ടെ കീടോം കാ ഹോന അസംഭവ് ഹെ. പ്രകാശമില്ലാത്തത് കൊണ്ട് അവിടെ ചെറിയ പ്രാണികൾ വരാൻ സാധ്യത കുറവാണ്. ഇസ്സെ ചിപ്കലി പരേശാൻ ഹെ. അതുകൊണ്ട് തന്നെ പല്ലിയുടെ കാര്യവും ബുദ്ധിമുട്ടിലാണ്. ഘർ മേ ഖാന ന ഹോനെ സെ കാനി കുത്തിയ ഓർ ചൂഹെ ബി പരേശാൻ ഹെ. വീട്ടിൽ ഭക്ഷണ വസ്തുക്കൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒറ്റക്കണ്ണുള്ള നായയും എലിയും ബുദ്ധിമുട്ടിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഘർ മേ രഹനെ വാലെ മാനവ് और जीव जंतुओं की किस समान भावना को कवि ने इस कविता में प्रकट किया है? വീട്ടിൽ താമസിക്കുന്ന മനുഷ്യരായാലും അത് ജീവജന്തുക്കളായാലും ഏത് സമഭാവനയാണ് കവി ഈ കവിതയിൽ പ്രകടമാക്കിയിരിക്കുന്നത്? ഉത്തർ, ചാഹെ ഘർ കെ മാനവ് ഹോ യാ ജീവജന്തു സബ് ഭോജൻ സാമഗ്രിക്ക് നിതാന്ത് അഭാവ് സെ പരേശാൻ ഹെ. വീട്ടിൽ താമസിക്കുന്ന മനുഷ്യരാവട്ടെ ജീവജന്തുക്കളാവട്ടെ എല്ലാവരും ഭോജൻ്റെ, അതായത് ഭക്ഷണ വസ്തുക്കളുടെ നിതാന്തമായ തുടർച്ചയായിട്ടുള്ള ഇല്ലായ്മ കൊണ്ട് പരേശാൻ ഹെ, അതായത് ബുദ്ധിമുട്ടിലാണ്. ഉനക്കി ഇസ് വിവശതको കവിനെ ഇസ് കവിതാമേ പ്രകട് കിയാ ഹെ. അവരുടെ വിവശതയാണ് ഈ കവിതയിൽ പ്രകടമാക്കിയിരിക്കുന്നത്, കവി ഈ കവിതയിൽ പ്രകടമാക്കിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കാനി കുത്തിയ കഹാം സോയി ഹുയി തി ക്യൂ. ഒറ്റക്കണ്ണുള്ള പെണ്ണായ എവിടെയാണ് ഉറങ്ങിയത്? ക്യൂ, എന്തുകൊണ്ട്? ഉത്തർ, കാനി കുത്തിയ ഉദാസ് രഹി ചക്കിക്ക് പാസ് സോയി ഹുയി തി. ഒറ്റക്കണ്ണുള്ള പെണ്ണായ ദുഃഖിതയായ അരക്കല്ലിൻ്റെ അടുത്താണ് ഉറങ്ങിയത്. ക്യൂംകി ഉസേ കഹീം ബി ഗാനെ കോ കുച്ച് മിൽനെ കി സംഭാവന നഹീ തി. എന്തുകൊണ്ടെന്നാൽ അതിന് എവിടെ നിന്നും ഭക്ഷണം കിട്ടാനുള്ള സാധ്യത കുറവായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, दीवारों पर छिपकलियाँ क्या कर रही थी? ऐसा करने का कारण क्या है? ചുവരിൽ പല്ലികൾ എന്ത് ചെയ്യുകയായിരുന്നു? ऐसा करने का कारण क्या है? അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? ഉത്തർ, छिपकलियाँ दीवारों पर गश्त कर रहे थे. പല്ലികൾ ചുവരിൽ റോന്ത് ചുറ്റുകയായിരുന്നു. अकाल के समय घर में कोई दिया जलने ना होगी. ക്ഷാമമായതുകൊണ്ട് വീട്ടിൽ ദിയ ജൽനെ ന ഹോഗി, വിളക്കൊന്നും കത്തിക്കാറില്ലായിരുന്നു.
ദിയ എന്ന് പറഞ്ഞാൽ വിളക്ക്. ऐसे में छिपकलियों के लिए कीड़ों को मिलना भी मुश्किल है. ഈ ഒരു അവസ്ഥയിൽ പല്ലികൾക്ക് പ്രാണികളെ കിട്ടുന്നതും ബുദ്ധിമുട്ടായിരുന്നു. അതായത് ലൈറ്റ് ഉള്ളിടത്ത് പ്രാണികൾ കൂടുതൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവയെ ഭക്ഷിക്കാനായിട്ട് പല്ലികൾ എത്താറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം വീട്ടിൽ പ്രകാശമൊന്നും കത്തിക്കാത്തത് കൊണ്ട് പ്രാണികളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പല്ലികൾ ബുദ്ധിമുട്ടിലായിരുന്നു എന്ന് പറയുന്നത്. ഇസ്ലിയെ വേ ഗശ്ത് കർ രഹേ തെ. അതുകൊണ്ട് പല്ലികൾ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിലാണ് ചുവരിൽ റോന്ത് ചുറ്റിയിരുന്നത്. അടുത്തത് കവിതയുടെ രണ്ടാമത്തെ സെക്ഷനിൽ വരുന്ന സൂചന എങ്ങനെയാണെന്ന് നോക്കാം. अकाल और उसके बाद कविता का ये अंश पढ़कर दिए गए प्रश्नों के उत्तर लिखी. अकाल और उसके बाद എന്ന കവിതയുടെ ഈ ഭാഗം വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. दाने आए घर के अंदर कई दिनों के बाद दुआ उड़ा आंगन से ऊपर कई दिनों के बाद. ഇത് രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നതാണ്. അതായത് വീട്ടിൽ ധാന്യം വന്നതിന് ശേഷമുള്ള വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ കവിതാംശമേം കിസ്കാ വർണ്ണൻ ഹേ. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കവിതയിൽ എന്തിനെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്? അകാൽ കെ ബാദ് കി സ്ഥിതി ക. അപ്പോൾ ഉത്തരം എന്താണ്? ക്ഷാമം കഴിഞ്ഞതിന് ശേഷമുള്ളതിനെ കുറിച്ചാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ചമക് ഉടി ഗർ ബർ കി ആങ്കേം ക മത്ലബ് ക്യാ ഹേ. വീട്ടിലെ അംഗങ്ങളുടെ കണ്ണുകൾ തിളങ്ങി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? उत्तर घर में दाने आने के कारण घर के निर्जीव और സജീവ വസ്തുവൻ ഖുഷ് ഹേ. വീട്ടിൽ ധാന്യം വന്നപ്പോൾ വീട്ടിലെ സജീവവും അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളൊക്കെ സന്തോഷത്തിലാണ്. യഹി ഇസ്കാ മത്ലബ് ഹേ. അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നിർജീവ വസ്തുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ചക്കി, ചുൽഹ, ദീവാർ. ഇനി സജീവ വസ്തുക്കൾ എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്? ചിക്കലി, ചൂഹ, കാനിക്കുത്തിയ മാനവ്. ഇതൊക്കെയാണ് ജീവനുള്ള വസ്തുക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ കൗവേനെ പാങ്കെ കുച്ചലായിക്കും. കാക്കകൾ ചിറക് ചൊറിഞ്ഞു എന്തുകൊണ്ട്? ഉത്തർ ഗാനേക്കോ കുച്ച് മിൽനേക്ക് കാരൺ. ഭക്ഷണത്തിനായിട്ട് വല്ലതും കിട്ടിയതുകൊണ്ട്. ആംഗൻ സെ ധുആം ഉഡാനെ കാ കാരൺ ക്യാ ഹേ. മുറ്റത്തുകൂടി പുക ഉയരാൻ കാരണം എന്താണ്? ഉത്തർ ഗാന പക്കാനെ കെ ലിയെ ചുൽഹ ജലായ. ഭക്ഷണം പാകം ചെയ്യാൻ അടുപ്പ് കത്തിച്ചു. കവിത കെ സജീവ് और നിർജീവ് വസ്തുവും की വ്യാകുൽ സ്ഥിതി का कारण क्या है. കവിതയിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളുടെ ദുഃഖത്തിന് കാരണം എന്താണ്? ഉത്തർ അകാൽ. അടുത്ത ക്വസ്റ്റ്യൻ കവിനെ അകാൽ കെ ബാദ് ക വർണ്ണൻ കൈസെ കിയാ ഹെ. കവി ക്ഷാമത്തിന് ശേഷമുള്ള വർണ്ണന എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഉത്തർ അകാൽ കെ ബാദ് ഘർ മേം ദാനെ ആയേ. ക്ഷാമത്തിന് ശേഷം വീട്ടിൽ ധാന്യം വന്നു. ചുൽഹ ജലായ. അടുപ്പ് കത്തിച്ചു. ചക്കീമേ ദാനെ പീസ്നേലേക്ക. അരക്കല്ലിൽ ധാന്യങ്ങൾ പൊടിക്കാൻ തുടങ്ങി. ഗാനെ ബനാനേക്ക് ഖുഷിമേ ഗർവാലോം കി ആങ്കേം ചമക് ഉടി. ഭക്ഷണം ഉണ്ടാക്കിയ സന്തോഷത്തിൽ വീട്ടിലുള്ളവരുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. യഹാം ഛത്ത് കെ ഊപ്പർ ഉഡാ ധുആം ശുഭ സങ്കേത് ദേ രഹാ ഹെ. ഇവിടെ മേൽക്കൂരയിലൂടെ പുക ഉയർന്നു എന്നത് സന്തോഷത്തിൻ്റെ സൂചകമാണ്. കൗവെ അപ്പനെ പാങ്കെം കുച്ചല രഹേ ഹെ. കാക്ക അതിൻ്റെ ചിറകുകൾ ചൊറിഞ്ഞു. അപ്പോൾ അകാൽ നഹി. ഇപ്പോൾ ക്ഷാമമില്ല. സ്ഥിതി ബദൽ ഗൈ. സ്ഥിതി മാറി. ഗർമേ ദാനേ ഹെ. മനുഷ്യക്ക് ഹതാശ ദൂർ ഹുയി. വീട്ടിൽ ധാന്യമുണ്ട്. മനുഷ്യൻ്റെ നിരാശ ദൂരെ പോയി. വഹ് ഗാന കാക്കർ ഖുഷത്തായി. അവർ ഭക്ഷണം കഴിച്ച് സന്തുഷ്ടരായി. ഉസ്കെ സാത്ത് പ്രകൃതിക്ക് അന്യ പ്രാണി ബി ഖുഷ്. അതിനോടൊപ്പം തന്നെ പ്രകൃതിയിലെ മറ്റു പ്രാണികളും സന്തുഷ്ടരാണ്. അടുത്ത ക്വസ്റ്റ്യൻ കവിത ക ആശയം. കവിതയുടെ ആശയം എഴുതാനാണ്. കവിതയുടെ ആശയം എഴുതാൻ വരുമ്പോൾ കവിപരിചയം നമ്മൾ എഴുതണം. കവിപരിചയം നിർബന്ധമായും എഴുതിയിരിക്കണം. ഈ കവിത എഴുതിയത് നാഗാർജുനാണ്. നാഗാർജുൻ ആധുനിക ഹിന്ദിക്ക് മഹാൻ കവി ഹെ. നാഗാർജുൻ ആധുനിക ഹിന്ദി കവിതയുടെ മഹാനായ കവിയാണ് നാഗാർജുൻ. ഉൻകി പ്രസിദ്ധ കവിത ഹെ അകാൽ ഔർ ഉസ്കെ ബാദ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ കവിതയാണ് അകാൽ ഔർ ഉസ്കെ ബാദ്. കവി പഹലെ അകാൽ കെ സമയ കാ വർണ്ണൻ ഇസ് പ്രകാർ കർത്തെ ഹെ. അകാൽ കാ സമയത ഘർ മേ കുച്ച് അനാജ് നഹി ഹെ. കവി ഇതിൽ ആദ്യത്തെ 4 വരികളിൽ ക്ഷാമകാലത്തെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഘർ മേ കുച്ച് അനാജ് നഹി. വീട്ടിൽ ധാന്യമൊന്നുമില്ല.
ചൂൽഹേ മേ ഗാന നഹി പകാത്തെ ഹെ, അടുപ്പിൽ ഭക്ഷണമൊന്നും പാകം ചെയ്യുന്നില്ല. ഇസ്ലിയെ വഹ് രോത്ത ഹെ, അതുകൊണ്ട് അവ കരയുന്നു. ചക്കി മേ അനാജ് നഹി പീസ്താ ഹെ, ഗ്രൈൻഡിങ് സ്റ്റോൺ, അതായത് അരക്കല്ലിൽ ധാന്യങ്ങളൊന്നും പൊടിക്കുന്നില്ല. ഇസ്ലിയെ വഹ് ഉദാസ് ഹെ, അതുകൊണ്ട് അത് ദുഃഖിതയാണ്. ചൂൽഹെ ഓർ ചക്കി കെ പാസ് കാനി കുത്തിയ സോയി, അടുപ്പിൻ്റെയും അരക്കല്ലിൻ്റെയും അടുത്തായിട്ട് ഒറ്റക്കണ്ണുള്ള പെൺപട്ടി ഉറങ്ങി. ഗാനെ കി തലാഷ് മേ ചിപ്കലിയ ദീവാർ പർ ഘൂംതേ ഹെ, ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് പല്ലികൾ ചുമരിൽ റോന്തു ചുറ്റുന്നു. ചൂഹം കി ഹാലത് ബി ബഹുത്ത് ബുരി ഹെ, എലികളുടെ അവസ്ഥയും വളരെ മോശമാണ്. അകാൽ കി സ്ഥിതി ബഡി ദയനീയ ഹോത്തി ഹെ, ക്ഷാമത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. अकाल के वातावरण में एक गरीब परिवार के कारुणिक दशा मार्मिक चित्रण कवि ने यहाँ प्रस्तुत किया है. ക്ഷാമകാലത്തെ ആസ്പദമാക്കി ഒരു പാവപ്പെട്ട വീട്ടിലെ ദയനീയമായ അവസ്ഥയെക്കുറിച്ചാണ് കവി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്തത് അകാൽ ബീത് ഗയ, ക്ഷാമം കഴിഞ്ഞു. അനേക ദിനോं के बाद घर में अनाज आए, ഏറെ നാളുകൾക്ക് ശേഷം വീട്ടിൽ ധാന്യം വന്നു. खाना पकाने से घर के ऊपर धुआं उड़ने लगे, ഭക്ഷണം പാകം ചെയ്തതുകൊണ്ട് മേൽക്കൂരയിലൂടെ പുക ഉയർന്നു. സബ്കി ആംഖേं ഖുഷി സെ ചമക്നെ ലഗി, എല്ലാവരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. ഗാന മിൽനെ കെ കാരൺ ഖുഷി സെ കൗവെ അപ്നെ പങ്കി ഗുചൽനെ ലഗ, ഭക്ഷണം കിട്ടിയ സന്തോഷത്തിൽ കാക്കകൾ അതിൻ്റെ ചിറകുകൾ ചൊറിഞ്ഞു. ഇസ് കവിത കി ഭാഷ सरल है, ഈ കവിതയുടെ ഭാഷ ലളിതമാണ്. അകാൽ കി രൂക്ഷത और अकाल के बाद की खुशी का वर्णन करने में कवि पूर्ण सफल हुई है. ഈ കവിതയിൽ കവി അകാലിൻ്റെ ക്ഷാമത്തിൻ്റെ രൂക്ഷതയും ക്ഷാമത്തിന് ശേഷമുള്ള സന്തോഷവും വർണ്ണിക്കുന്നതിൽ കവി പൂർണ്ണ സഫൽ ഹുയി ഹെ, കവി പൂർണ്ണമായിട്ടും തന്നെ വിജയിച്ചിരിക്കുന്നു. ഈ പാഠഭാഗത്തുനിന്നും വരാൻ സാധ്യതയുള്ള പരമാവധി ക്വസ്റ്റ്യൻ ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.